ഇനി മുപ്പരിട്ട് പറയാ, ഞാൻ ചോദിച്ചു നിങ്ങൾ അൽമനാർ റസൂൽ വായിച്ചിനോ, സഹാബത്ത് വായിച്ചിനോ? മുപ്പര് അൽമനാർ ഒരു പ്രാവശ്യമല്ലേ വായിക്കുള്ളൂ, നിങ്ങൾ സലാത്ത് ഒന്നിലധികം ചൊല്ലുന്നില്ലേ? ഭയങ്കര മറുപടി കേട്ടോ. എവിടെയെങ്കിലും പറഞ്ഞോ അൽമനാർ ഇത്ര തവണ വായിച്ചു തീർത്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും? എന്നാ മൗലവി അൽമനാർ 2 പ്രാവശ്യം വായിച്ചാൽ ഹറാമാണെന്ന് നിങ്ങൾ ഫത്വ കൊടുക്കോ? 3 പ്രാവശ്യം വായിച്ചാൽ ഹറാമാണെന്ന് ഫത്വ കൊടുക്കോ? അങ്ങനെ പറഞ്ഞൊരു മൗലവി നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരു മൗലവി അറിഞ്ഞതറിയോ, 99 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് തന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകും. അത് കേൾക്കണം നിങ്ങൾക്ക്? അത് കേൾപ്പിച്ചെടുത്തവനെ. ഒരാൾ ലോറ് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം, ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ അള്ളാഹു എത്ര പരിശുദ്ധനാണ് ആണോ? ആ അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർള് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലു ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു, ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാം എന്ന് പുറത്തുപോയി. കേട്ടില്ലേ? അപ്പൊ 99 പ്രാവശ്യം ഒരാള് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തുപോയി. എന്താണ് ഇവരൊക്കെ വിവരോ? സുബ്ഹാനല്ലാഹ് 99 100 പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തു പോവോ മൗലവി? നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് പ്രത്യേകം സുന്നത്തുണ്ട്. അത് 33 തന്നെ ചൊല്ലൽ പ്രത്യേകം പുണ്യമാണ്. പക്ഷെ ഒരാളൊരു 99 ചൊല്ലിയ ഇസ്ലാം എന്ന് പുറത്തു പോവൂല, ഹറാമാവൂല. അദ്ദേഹം ആ 99 ഞാൻ ചൊല്ലുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന് ലോകത്തൊരു മനുഷ്യനും ഒരു ബുദ്ധിയുള്ളവനും പറയൂല. ഇനി സഹോദരന്മാരെ, ഞാൻ ചോദിച്ചവരോട് 5 കൊല്ലത്തിലെടുക്ക് നിങ്ങൾ ഒരു സമ്മേളനം നടത്തുന്നു, ഏത് കുളത്തിലാ റസൂലുള്ളാഹി നടത്തിയത്? ചങ്ങരം കുളത്താണോ എന്ന് ഞാൻ ചോദിച്ച് മറുപടി പറഞ്ഞോ മൗലവി, 5 കൊല്ലത്തിലേക്ക് റസൂലുള്ളാഹി സമ്മേളനം നടത്താറുണ്ടോ? നിങ്ങൾക്ക് റസൂലുള്ളാഹി യാത്ര ചെയ്യാൻ പറ്റൂല എന്നല്ലേ? ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, അള്ളാന്റെ റസൂല് ഖതീബിനെയും ഖാദിയാനെയും കൂട്ടിയിട്ട് നിക്കാഹിന് പോകാറുണ്ടോ? സഹാബത്ത് ഖതീബിനെയും കൂട്ടി നിക്കാഹിന് പോകാറുണ്ടോ? നിങ്ങൾ മൗലവിമാരും മുജാഹിദീകളും തല നിങ്ങൾ മറക്കൂല, മൗലവിനെയും കൂട്ടി നിക്കാഹിന് പോകുന്നത് കാണുന്നുണ്ട്. അള്ളാന്റെ റസൂല് എപ്പോഴെങ്കിലും ഒരു ഖതീബിനെയും കൂട്ടി നിക്കാഹിന് പോയ സംഭവം റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുണ്ടോ? സഹാബത്തിന് അങ്ങനെ ഒരു പതിവുണ്ടോ? ഇതെവിടെന്നാണ് ഈ ബിദഅത്ത് വന്നത്? ഞങ്ങൾക്ക് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മതി, തെളിവ് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് അതുപോലല്ല ഒക്കെ റസൂലുള്ളാഹി ചെയ്യണ്ടേ? എന്റെ ചോദ്യമാണ്, മുജാഹിദിൻ മൗലവിമാരെ മറുപടി പറയണം. നിങ്ങൾ ഖാദിയാരെയും കൂട്ടിയിട്ട് നിങ്ങളെ ഖതീബിനെയും കൂട്ടിയിട്ട് നിക്കാഹിന് പോകുന്ന ഏർപ്പാടുണ്ടല്ലോ, അള്ളാന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? സിദ്ദീഖുൽ അക്ബർ ചെയ്തിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് ചെയ്തിട്ടുണ്ടോ? അലി ഇബ്നു അബി താലിബ് ചെയ്തിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്തിട്ടുണ്ടോ? മൗലവിമാരെ മറുപടി പറ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ മൗലവി പറയുന്നൊരു സംഗതി? ഖലീൽ തങ്ങളെ പിടിച്ച് കെട്ടിയിട്ട് വെള്ളം കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചിട്ട് ഭക്ഷണം അവിടെ കൊണ്ട കൊടുക്കണോ ഒരു മൗലവി പറയാ. എന്താ കാരണോ? ഖലീൽ തങ്ങൾ പിരിവെടുക്കുന്നു. അതാണ്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ, എന്നിട്ട് ഞാൻ അതിന്റെ മറുപടി കേൾപ്പിച്ചു തരാം. ചങ്ങായിമാരെ, ഇവർ നിങ്ങളോട് ഒന്നും വാങ്ങുന്നില്ലല്ലോ, ഇവർ നിങ്ങളോട് പ്രത്യേകമാകുന്നില്ലല്ലോ. നിങ്ങൾക്കറിയുമോ, മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റി കൊണ്ടുപോയത്. ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാ, ആ നിന്ന അത്രയും അടിക്കുള്ള പൈസ. അപ്പോ എറണാകുളത്ത് MG റോഡിൽ 60 ലക്ഷം രൂപ അവിടുത്തെ ഒരു സെന്റിന്. അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരൻ അന്ന് ഇന്ന സ്ഥലത്ത് എറണാകുളത്തിന്റെ വില കൊടുക്കണ എത്ര ഉണ്ടാവും? സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. എന്നാൽ ഒരുപാട് ആൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും നരകം. അപ്പൊ ഖലീൽ തങ്ങളെ പോലത്തെ ആളുകളെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊണ്ടുപോകുക, അടുത്ത് കുളിപ്പിക്കുക, എന്നാ കുറെ ആൾ സ്വർഗത്തിലേക്ക് ഉണ്ടാവും. എന്നാൽ സഹോദരന്മാരെ, അപ്പൊ ഇവര് പിരിവെന്നെടുക്കൂല എന്നല്ലേ പറഞ്ഞത്? എന്നാ ഇതേ മൗലവി പെണ്ണുങ്ങളോട് പിരിവെടുക്കുന്നത് കേട്ടോളൂ നിങ്ങൾ. എങ്ങനെയാ പിരിവെടുക്കുന്നത് അറിയോ? സ്വർണം വേണോ സ്വർഗം വേണോ? മൗലവി ചോദിക്ക, സ്വർണം വേണോ സ്വർഗം വേണോ?
മൂപ്പര കയ്യിൽ സ്വർഗവും പിടിച്ചിട്ടാ ചോദിക്കുന്നത്. എന്നിട്ട് പിരിവെടുക്കുന്നത് നിങ്ങളൊന്ന് കണ്ടോ? എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കി കൂടി കേൾപ്പിച്ചു തരാം. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ട്, അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്നിട്ട് മനസ്സിലായില്ലേ? സ്വർഗം വേണമോ സ്വർണം വേണമോ എന്ന് ആലോചിച്ചിട്ട് അരഞ്ഞാണോ കഴുത്ത് കിട്ടുന്നൊക്കെ മൂപ്പര ബക്കറ്റിൽ ഇട്ട് കൊടുക്കുക പെണ്ണുങ്ങള്. എന്നാ തീർന്നില്ല. ഇതേ മൗലവി പറയുന്നു, വലിയ സംഖ്യ ഉണ്ടെങ്കിൽ, ഇതൊക്കെ പവന് കണക്കിന് ഇപ്പൊ പറഞ്ഞു, വലിയ സംഖ്യ ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങിയിട്ട് ടെലിഫോൺ നമ്പർ വാങ്ങിയിട്ട് എനിക്ക് എത്തിച്ചേരുക. അതൊന്ന് കേട്ടോളൂ. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ഒരു വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. കേട്ടില്ലേ? അപ്പൊ വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ടിട്ട് അഡ്രസ് വാങ്ങി നമ്പർ വാങ്ങി അയച്ചു തരിക. അപ്പൊ ഖലീൽ തങ്ങൾ എന്തായാലും വേണ്ടത്? ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. മൗലവിന് എന്താ വേണ്ടത്? ചങ്ങലക്കിട്ടിട്ട് പുല്ലും വെള്ളവും കൊണ്ടു കൊടുക്കുക.